ഹലോ മക്കൾസ്, ബാബു സാറാണേ. വെൽക്കം ബാക്ക് ടു ഹിന്ദി, വെൽക്കം ബാക്ക് ടു സൈലം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ഒന്നാമത്തെ പാഠം ഖിഡ്കിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പൊരുൾ എന്താണ് എന്നും സമ്മറി എന്താണെന്നൊക്കെ നമ്മൾ പറയേണ്ടായി. ആ പാഠഭാഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മക്കളെ, നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠങ്ങളെ പ്രധാനപ്പെട്ട പാഠമാണ് ഖിഡ്കി. ഇത് ക്വാർട്ടർലി എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി തരുന്ന പാഠമാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഖിഡ്കി, ഓക്കെ. ഖിഡ്കി എന്ന് പറഞ്ഞാൽ ജനൽ എന്നാണ് അർത്ഥം. ഈ പാഠം നമ്മൾ ഗംഭീരമായിട്ട് നമ്മൾ ബാച്ചുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഒക്കെ പഠിക്കാനുണ്ട് ഗംഭീരമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അസ്ത്ര പഞ്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സമഗ്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വിഷയവും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ വേഗം 10% ഓഫറോടുകൂടി നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിഡ്കി എന്ന് പറയുന്ന പാഠത്തിൻ്റെ അകത്ത് ഭർത്താവും ഭാര്യയും 2 കുട്ടികളും ഡൽഹിയിൽ നിന്നും പഞ്ചാബിലെ ഹോഷിയാർപൂരിലേക്ക് 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര നടത്തിയ സമയത്ത് അവിടേക്ക് ഖജിരാരി ആംഗവും വലിയൊരു യുവതി ഷോൾ വിൽപ്പനയുമായി വരുന്നു. അങ്ങനെ ഷോൾ വിൽപ്പനയുമായി വന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഭാര്യയും യുവതിയും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൽ നിന്ന് ഭർത്താവ് തൻ്റെ കുട്ടിക്കാലത്തേക്ക് ചിന്ത പോവുകയും ആ സമയത്ത് തൻ്റെ പിതാവിനെ കുറിച്ച് ചിന്തിച്ചു പോവുകയും പിതാവും ട്രെയിനിൽ ഇതുപോലെ ഷോളുകൾ വിൽപ്പന നടത്തിയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ ആർദ്രമായ നനഞ്ഞ കണ്ണോടുകൂടി സങ്കടപരമായ കണ്ണോട് വീട്ടിലേക്ക് വരുന്ന കാര്യവും അദ്ദേഹം തൻ്റെ കുട്ടിക്കാല ജീവിതത്തിലേക്ക് ഓർത്തു പോവുകയാണ്. അതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നോക്കൂ മക്കളെ, ട്രെയിനിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് പത്നി ഓർ യുവതി കെ ബീച്ച് കാ വാർത്താലാപ് ലീഗയും. ട്രെയിനിൽ പത്നിയും യുവതിയും തമ്മിൽ നടക്കുന്ന സംഭാഷണം, ഇതാണ് പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മഭാഗം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. നോക്കൂ, അതിന് ആൻസർ ഇങ്ങനെയാണ്. യുവതി പറയാണ്, ദീദി, ചേട്ടൻ്റെ ഭാര്യമാരെയൊക്കെയാണ് നമ്മൾ ദീദി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ദീദി എന്ന് ഖജിരാരി ആംഗോവാലി യുവതി പറയാം, ജമ്മു കി ഷാൾ ലേലോ, ജമ്മു കാശ്മീരിൻ്റെ ഷോൾ ഇതാ എടുത്തോളൂ. ബഹുത്ത് ബഡിയാ ഹെ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഏറ്റവും നല്ലതാണ്, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. പത്നി പറഞ്ഞു, കിത്തനെ കി ഹെ, എത്രയാണ് ഇതിൻ്റെ വില? കിത്തനെ കി ഹെ, എത്രയുടേതാണ്? അപ്പോൾ യുവതി പറഞ്ഞു, 2800 എന്ന് പറഞ്ഞാൽ 250 ആണ്. 250 രൂപയുടേതാണ്. അപ്പോൾ പത്നി, ഇത്തി മെഹങ്കി, അത് നോക്ക്, പ്രാദേശികമായി പറയുന്ന ഭാഷാ രീതിയാണ്. ഇത്തനി മെഹങ്കി എന്നുള്ളതിന് പകരം ഇത്തി മെഹങ്കി, ഇത്രയും മെഹങ്കി, വില കൂടുതലോ എന്ന് വെച്ചു. അപ്പോൾ യുവതി പറഞ്ഞു, ജ്യാദാ പീസ്, നിങ്ങൾ കൂടുതൽ പീസ് ലേങ്കി തോ, കൂടുതൽ പീസ് അഥവാ എടുക്കുകയാണെങ്കിൽ കം കർദൂങ്കി, ഞാൻ നിങ്ങൾക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പത്നി പറയാ, മുച്ചേ, കൂടുതൽ പീസ് എടുക്കാനോ? മുച്ചേ, എനിക്ക് ദുഃഖാൻ കൊല്ലിഹിക്കുക, ഞാനെന്താ ദുഃഖാൻ കൊല്ലിഹിക്കുക, ദുഃഖാൻ, കട തുടങ്ങാൻ പോവുകയാണോ കൂടുതൽ എടുത്തിട്ട്? അപ്പോൾ യുവതി, ലേലോനാ, നിങ്ങൾ എടുക്കൂന്നേ, കുറച്ചൊക്കെ എടുക്കൂ. ബഹനെ, നിങ്ങളെ സിസ്റ്റേഴ്സിനും ഓർ അതുപോലെ തന്നെ ഭാബിയോ കിലി, നിങ്ങളെ ചേട്ടൻ്റെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളെക്കാൾ മൂത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തുകൂടെ എന്ന്. കട തുടങ്ങണം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പത്നി പറയാണ്, അച്ഛാ ശരി. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ സഹോദരിമാർക്കും ചേട്ടൻ്റെ ഭാര്യമാർക്കും എടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ, അച്ഛാ ശരി, 5 പീസ് ലൂത്തോ, ഒരു 5 പീസ് എടുക്കുകയാണെങ്കിൽ കിത്തനേക്ക് ദേങ്കെ, എത്രക്ക് ഇതിരുന്ന് വെച്ചു. അപ്പോൾ യുവതി പറഞ്ഞു, 200 രൂപയെ പെർ പീസ്, 200 രൂപയെ പെർ, 200 രൂപ പെർ പീസ്, ഒരു പീസിന് ലേലാ ദീദി, ഞാൻ ഒരു 200 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ 200 രൂപയ്ക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 250 ആദ്യം പറഞ്ഞത്, കൂടുതൽ എടുക്കാൻ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്താൽ വില കുറച്ചു, 200 രൂപയ്ക്ക് എടുത്തോളും. അപ്പോൾ പത്നി, വേണ്ട 100 രൂപയെ പെർ പീസ്, 100 രൂപയെ 100 രൂപ പെർ പീസ്, ഒരു പീസിന് 100 രൂപ വെച്ച് തരാമെന്ന്. അയ്യോ, 150 ഇപ്പോൾ ടോട്ടൽ ഇവർ കുറച്ചത്. അപ്പോൾ യുവതി, ദീദി 100 എന്നൊക്കെ പറഞ്ഞാൽ ബഹുത്ത് കമഹെ, വളരെ കുറവാണെന്ന് പറഞ്ഞു. പത്നി, ചൽ, എന്നാൽ പിന്നെ 100 എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞു പോയല്ലോ, ഒരു കാര്യം ചെയ്യാം, ചൽ പോട്ടെ, ഇന്ന തേരി ഇന്ന മേരി, നിനക്കും വേണ്ട എനിക്കും വേണ്ട, ഇന്ന തേരി നിനക്കും വേണ്ട, ഇന്ന മേരി എന്ന് പറഞ്ഞാൽ നിനക്കും ലാഭം വേണ്ട എനിക്കും ലാഭം വേണ്ട, നമ്മൾ റിയലായ വില അങ്ങോട്ട് തരാം, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊക്കെ പറയില്ല നമ്മൾ മലയാളത്തിൽ. ചൽ പോട്ടെ, ഇന്ന തേരി ഇന്ന മേരി, അങ്ങോട്ടും ഇല്ല 150 പെർ പീസ്, 150 എന്ന് പറഞ്ഞാൽ 150 രൂപ ഒരു പീസിന് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു 250, അവർ 200 പറഞ്ഞു, ഇവർ 100 പറഞ്ഞു, പിന്നെ അത് കുറവാന്ന് ഷോൾ വിൽപ്പനക്കാർ പറഞ്ഞു. അപ്പോൾ 150 ആക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ യുവതി,
അവർ കുറച്ച് സങ്കടപ്പെട്ട് ആലോചിച്ചൊക്കെ നിന്നതിന് ശേഷം അച്ഛാ ദീദി, ശരി ദീദി, കാരണം വൈകുന്നേരം വീട്ടിലേക്ക് എന്തെങ്കിലും അരി വാങ്ങണമെങ്കിൽ കാശ് കിട്ടട്ടെ. അച്ഛാ ദീദി ഠീക്ക്, ശരി, ലോ എടുത്തോളൂ, രംഗ് കളർ പസന്ത് കർലോ, പസന്ത് ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളൂ. ഇത് മക്കളെ 4 മാർക്കിന് ചോദിക്കുന്ന വെരി 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 ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചാപ്റ്ററുകളും ഗംഭീരമായി ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് മിടുക്കരായി ഫുൾ മാർക്ക് വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ സ്കാൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കണം. എല്ലാ വിഷയത്തിലും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങേണ്ടതുണ്ട്. ഓക്കെ, ബൈ.